തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വേർ സിൻ ഈസ് ആബ്സെൻറ്റ് ദ കേഴ്സ് ഈസ് പവർലെസ്. പാപം ഇല്ലാത്തിടത്ത് ശാപം നിർവീര്യമാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പഠിപ്പിക്കലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തലക്കെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: വേർ സിൻ ഈസ് ആബ്സെൻറ്റ് ദ കേഴ്സ് ഈസ് പവർലെസ്. പാപം ഇല്ലാത്തിടത്ത് ശാപത്തിന് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പലപ്പോഴൊക്കെ നമ്മൾ കേട്ട് കാണും, അയ്യോ ഇനി അത് ശാപമാണാവോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടായിട്ടോ കേട്ടിട്ടായിട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നാം. അത് നമ്മെ ഒരുപക്ഷെ നമ്മെ ക്രിപ്പിൾ ചെയ്യാം. എന്നാൽ പലപ്പോഴും നമ്മൾ ഫ്രീ ആണ്, നല്ല രീതിയിൽ അതിനെ എടുക്കാനൊക്കെ നമുക്ക് കഴിയുന്നു. എങ്കിലും ഇന്ന് അതേക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സത്യത്തിലേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുകയാണ്. ഞങ്ങളോട് നീ ഇടപെടണം. സത്യം ഉള്ളതുപോലെ അത് അടിയങ്ങൾക്ക് ഗ്രഹിപ്പിക്കണം. അത് പ്രസ്താവിപ്പാൻ തക്കോണം അടിയനെ ബലപ്പെടുത്തണം. വന്ന ഞങ്ങളെല്ലാവരെയും ഇന്ന് അനുഗ്രഹിച്ച് അയച്ചാട്ടെ. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി. യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. എന്താണ് കേഴ്സ് എന്ന് പറയുന്നത്? ശാപം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ ഒരു ഡിവൈനായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ പെർസ്പെക്റ്റീവിലോ ഒരു പ്രഖ്യാപിക്കുകയാണ്, ഒരു ജഡ്ജ്മെൻ്റായിട്ട്, അല്ലെങ്കിൽ ഒരു മിസ്ഫോർച്യൂണായിട്ട്, അല്ലെങ്കിൽ ഒരു ഹാമായിട്ട്, അതായത് അവൻ ഇല്ലാതെയായി പോകട്ടെ, നശിച്ചു പോകട്ടെ, അവൻ ഇന്നത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് ശാപം എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ശാപം എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് സിൻ ഓർ ഡിസൊബീഡിയൻസ് ടു ഗാഡ്. നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ശാപം എന്ന് പറയുന്നത് വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് പാപസംബന്ധമായാണ്, പാപത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അനുസരണക്കേടിൻ്റെ അല്ലെങ്കിൽ റിബല്യൻ, ഇതിനാലാണ് ശാപം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ ചിലപ്പോഴൊക്കെ തലമുറകളായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുണ്ട്. എന്നാൽ അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ ശാപത്തിന് കാരണം എന്താണ്? ശാപത്തിന് കാരണം പാപമാണ്, അത് അല്ലെങ്കിൽ ഡിസൊബീഡിയൻസ് ആണ്, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിക്കുന്നതാണ് ശാപത്തിന് കാരണം. നമുക്ക് ആദാം ഈവ് തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാം, അവർ ദൈവത്തെ അനുസരിച്ചില്ല. ഒരു ചെറിയ പാപമാണ് അവർ ചെയ്തത്. ഒരാളെയും കൊന്നിട്ടൊന്നും ഇല്ലായിരുന്നു അന്ന്. ഒരു പഴം നല്ല ഭംഗി തോന്നി, അത് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി, അത് പഴം സാധാരണ കഴിക്കുന്നതുമാണ്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കി എന്നുള്ളൊരു ചെറിയ കാര്യം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് ഡിസൊബീഡിയൻസ് ആണ്, ദൈവത്തെ അനുസരിക്കാതിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ട് ഭൂമി ശപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ആദാം വേദനയോടെ അധ്വാനിച്ച് ഭക്ഷണം തേടേണ്ടതായിട്ട് വന്നു. ഭാര്യ ഹവ്വ വേദനയോടെ പ്രസവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നതിൻ്റെ ഫലമാണ് ഈ കേഴ്സ് അല്ലെങ്കിൽ ശാപം. ഇതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇനി ഒരു ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാം. അത് ഉൽപ്പത്തി പുസ്തകം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇപ്പോൾ നമ്മെ വായിച്ചു കേൾപ്പിക്കും. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവൻ ആകും. അപ്പോൾ ഇവിടെ കയീനെ കുറിച്ചാണ് പറയുന്നത്. കയീൻ ആബേലിനെ കൊന്നു. അതുകൊണ്ട് അവൻ്റെ മേൽ ശാപം വരികയാണ്, കെഴ്സ് വരികയാണ്. അവ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം വിട്ട് നീ ശാപഗ്രസ്തനായിട്ട് നീ പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ നിൻ്റെ വീര്യം നിനക്ക് തരികയില്ല.
അതുപോലെ നീ ഭൂമിയിൽ ഉഴലുന്നവൻ ആകും. അപ്പോൾ ശാപത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ നമുക്കിതിൽ നിന്ന് കുറേയൊക്കെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഇനി സ്തോത്രം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആദാമിനോട്, ഈവിനോട്, അവയോട്, അതുപോലെ തന്നെ ഖയീനോട് പറഞ്ഞ കാര്യം. നമ്മൾ ഇസ്രായേൽ ജനത്തെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അവരും ഇതുപോലെ ദൈവത്തെ അനുസരിക്കാതിരുന്നത് എന്തുണ്ടായി? അവരുടെ മേൽ ശാപത്തിനും ഒക്കെ കാരണമായി തീർന്നു. പ്രത്യേകമായിട്ടും ആവർത്തന പുസ്തകം 28 നമ്മൾ വായിക്കുന്നില്ല, നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ 28-ാമത്തെ അധ്യായം, 27, 28 അധ്യായങ്ങളിലെ അവിടെ നമ്മൾ പറയുന്നുണ്ട്, തലക്കെട്ടുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അനുസരണത്തിനുള്ള അനുഗ്രഹവും അനുസരണക്കേടിനുള്ള ശാപവും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാം. ശാപത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് പാപമാണ്, അല്ലെങ്കിൽ അനുസരണക്കേടാണ്. സ്തോത്രം. അപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ശാപം ഇല്ലാതിരിക്കാനൊക്കെ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് നമുക്കറിയാം, അല്ലേ? അനുസരണക്കേട് അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ റിബല്ലിയൻ, ദൈവത്തോട് മറുതലിക്കുന്നതാണ് വാസ്തവത്തിൽ ശാപത്തിനും പാപത്തിനും മരണത്തിനും എല്ലാം കാരണമായി തീരുന്നത്. ഇനി ഇവിടെ 27-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം, അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി, അതിനെ കൃത്യമായും എടുത്ത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ അത് പ്രമാണമാക്കി അത് എടുത്ത് അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. പിന്നെ പറഞ്ഞിരിക്കുന്നു, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ ഇതാണ് ശാപത്തിൻ്റെ ലക്ഷണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അനുസരണക്കേടാണ്, അല്ലെങ്കിൽ സ്തോത്രം പാപമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാപത്തിൽ നിന്നും ഈ ശാപത്തിൽ നിന്നും മനുഷ്യരാശിയെ മുഴുവനും വിടുവിക്കാനാണ് നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഇത്രയും വില കൊടുത്തത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഇത്രയും വില കൊടുത്തിട്ട് വീണ്ടും ശാപത്തിലും പാപത്തിലും ഒക്കെ ആയിരിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇത്രയും വലിയ വില കൊടുത്ത്, നമ്മൾ ഒരു നല്ല വില കൊടുത്ത് ഒരു ഫ്രിഡ്ജ് വീട്ടിൽ വാങ്ങിയിട്ട് അത് എപ്പോഴും കേടാകുന്നു, അത് തണുക്കുന്നില്ല, ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് എന്ന പോലെ യേശുക്രിസ്തു വില കൊടുത്തത് നമ്മെ ഈ പാപത്തിൽ നിന്നും ഈ ശാപത്തിൽ നിന്നും ഈ പ്രയാസത്തിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വിടുവിച്ചു എന്ന് നമ്മൾക്കറിയാം, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സ്വാതന്ത്ര്യത്തോടെ ഒരു സന്തോഷത്തോടെ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് തടസ്സമായിട്ടുള്ള എല്ലാത്തിനെയും ദൈവം മാറ്റിത്തരട്ടെ. നമ്മൾ വായിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചിട്ട്, പല വാക്യങ്ങളുമുണ്ട് എങ്കിലും നമുക്ക് സമയത്തിൻ്റെ ചുരുക്കം കൊണ്ടും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ചില വേദഭാഗങ്ങൾ എടുത്ത് വായിക്കുന്നു എന്ന് മാത്രം. വായിച്ചാട്ടെ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഈ വചനത്തിൽ, അല്ലേ, അത് പ്രമാണമാക്കി അനുസരിക്കാത്ത ആ പ്രശ്നം, അതിൻ്റെ ആ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എല്ലാ പാപത്തെയും എന്തു ചെയ്തു? യേശു അത് മരത്തിന്മേൽ അത് തറച്ചു, അത് നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, വില കൊടുത്തിട്ടാണ് നമ്മെ മാറ്റിയിരിക്കുന്നത്. അതും യേശുവാണ് വില കൊടുത്തത്. അതും തനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വിലയാണ് യേശു കൊടുത്തത്. എന്നിട്ടും നമ്മൾ വീണ്ടും ഈ പാപത്തിലും ശാപത്തിലും ഒക്കെ ആണെങ്കിൽ സംതിങ് വെരി റോങ്. ഒന്നുകിൽ നമുക്കത് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതേക്കുറിച്ച് അറിവില്ല. എന്നാൽ നമ്മളത് അറിവോടെ ആയിരിക്കണം. കാരണം അത്രയും വില കൊടുത്തതാണ്, അല്ലേ? ഒരു വില കൊടുത്ത ഒരു സാധനം നമ്മൾ കാർഗോ അയക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ അത് അല്പം വില കൊടുത്തതാണെങ്കിൽ അത് ഫ്രജൈൽ എന്നൊക്കെ എഴുതി ഒട്ടിച്ചിട്ടൊക്കെയാണ് നമ്മളത് അയക്കുന്നത്. കാരണം അതിന് അറ്റൻഷൻ കൊടുക്കണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന പോലെ
നമുക്ക് വേണ്ടി അവൻ വലിയ വില കൊടുത്തതാണ്. അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നതും വളരെ കെയർഫുള്ളായിട്ട് ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതും വളരെ കെയർഫുള്ളായിരിക്കണം. വില നന്നായി കൊടുത്തതാണ്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ശാപത്തിൽ നിന്നും അവൻ എന്ത് ചെയ്തു? നമ്മെ വിടുവിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മളത് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ക്രിസ്തുവിലാണോ? ക്രിസ്തു ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഞാൻ പോയോ എന്നല്ല. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ക്രിസ്തുവിലായവർക്ക്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദൈവവചനം ഒരിക്കലും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒന്ന് തലോടി പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ അങ്ങ് കിട്ടുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഈ ദൈവവചനം എന്ന് പറയുന്നതും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും ജീവിതം മാറ്റിയെടുക്കുന്നതാണ്. ആ ജീവിതം മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് അതിൽ വേണം. നമ്മുടെ ഫുൾ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇതൊക്കെ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സകലവും സാധ്യമാകത്തുള്ളൂ. അതിൻ്റെ പേരാണ് വിശ്വാസത്താലാണ് നമുക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇൻവോൾവ് ആകാൻ പറ്റുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനുസരിക്കുന്നത്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തി ദൈവവുമായിട്ട് ബന്ധത്തിൽ, ആഴമേറിയ ബന്ധത്തിലായി തീർന്നാൽ പിന്നെ അവൻ്റെ ഭവനം, അവൻ്റെ സാഹചര്യങ്ങൾ, അവൻ്റെ ചുറ്റുപാടുകളൊക്കെ മാറുവാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കാരണം എന്താണ്? അത്രയും വലിയ വിലയാണ് യേശു നമുക്ക് വേണ്ടി കൊടുത്തത്. ഇനി നമ്മുടെ മുഖ്യമായിട്ടുള്ള ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് വായിക്കാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. എങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മിൽ നിന്ന് ഈ ശാപത്തെയൊക്കെ, അല്ലേ എന്താ പറഞ്ഞത്? ന്യായപ്രമാണത്തിൽ നിന്നുള്ള എല്ലാ ശാപത്തെയും എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേ? യേശു ക്രിസ്തു അത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ മേലെ അവൻ എല്ലാം നമ്മിൽ നിന്ന് അത് എടുത്ത് അത് മരത്തിൽ ആക്കി നമ്മൾ ഫ്രീ ആയി എന്ന് പറയുന്ന ഒരു കാതലായിട്ടുള്ള വാക്യമാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12, 13 വാക്യങ്ങൾ വായിച്ചാട്ടെ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ആദ്യത്തിൽ തന്നെ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും, നമ്മളൊക്കെ സ്നാനപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും പുതുക്കത്തിൽ ജീവിക്കും. ഇതാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അത് വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ പൊങ്ങി വന്നിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരുവനാണെങ്കിൽ പിന്നെയുള്ള ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചതുപോലെയുള്ള ഒരു ഉയിർപ്പിൻ്റെ ജീവിതമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ വേറെ എവിടെയെങ്കിലും സാധ്യമാണോ? സാധ്യമല്ല. മറ്റിടത്തൊക്കെ പറഞ്ഞാൽ പറയും നിങ്ങൾ നല്ല പൈസ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ചിലത് തരാമെന്ന് പറയും. ഇവിടെ പറയുന്നത് നീ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ നീ ഹല്ലേലൂയ സ്നാനപ്പെടുകയാണെങ്കിൽ നിൻ്റെ ജീവിതം, തുടർന്നുള്ള ജീവിതം അത് മാറും. ഹല്ലേലൂയ. അത് മാറ്റിയെടുക്കുവാൻ കഴിവുള്ളവനാണ് വില കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്നാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനി അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ ഇതിനു മുന്നേ പാപം ചെയ്യുന്നവൻ മരിക്കും, അല്ലേ? പാപത്തിനാൽ മരിച്ചു. ആദാമിനോട് പറഞ്ഞു, നീ അനുസരിക്കാത്ത ദിവസം അല്ലെങ്കിൽ നീ ഈ പഴം കഴിക്കുന്ന നാൾ നീ എന്തോ ചെയ്യും? മരിക്കും. അപ്പോൾ അവർ മരിച്ചു. ഒരിക്കലും ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ആദം ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? അതിക്രമങ്ങളാൽ, അനുസരണക്കേടിനാൽ, പാപത്തിനാൽ അവൻ മരിച്ചു.
അപ്പോൾ സ്നാനത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. ഇതുപോലെ ഈ പാപത്താലും അതുപോലെ തന്നെ മരണത്താലും നമ്മുടെ അതിക്രമങ്ങളാലൊക്കെ മരിച്ച ഞാൻ എന്ത് ചെയ്തു? നമ്മൾ യേശുവിനോട് കൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ എൻ്റെ ഈ പാപസംബന്ധമായ സകലത്തിൽ നിന്ന് ഞാൻ എന്തോ ചെയ്തു? മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നമുക്ക് ഒരു പുതിയ ജീവൻ നമുക്ക് ലഭിക്കുന്നത്. ഇത് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വളരെ യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഇനി അടുത്ത വാക്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണത്? വായിച്ചാട്ടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിലുള്ള സകല ശാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്ന് നമ്മൾ വായിച്ചു. എങ്ങനെയാണ് അത് സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ആധാരം? അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടത്താൽ. നമ്മുടെ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു എന്നതിനാലാണ് എനിക്ക് വിരോധമായിരുന്ന സകലത്തെയും അവൻ എടുത്ത് ക്രൂശിൽ തറച്ചത്. അപ്പോൾ അതിക്രമങ്ങൾ ക്ഷമിച്ചത് കൊണ്ടാണ് എനിക്ക് വിരോധമായിരുന്ന സകലത്തെയും എന്തു ചെയ്തത്? യേശു ക്രൂശിൽ തറച്ചത്. ഇപ്പോൾ എന്നെ ദൈവം നോക്കിയപ്പോൾ ഞാനൊരു ക്ലീനായിട്ടുള്ള ഒരു പാത്രമായി കണ്ടതുകൊണ്ടാണ് എന്തുണ്ടായത്? എനിക്ക് എതിരായിണ്ടായിരുന്ന സകലത്തെയും അവൻ മാറ്റിയത്. ഇപ്പോൾ നമ്മൾ ഒരു അതിഥി വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതിഥിക്ക് നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ എന്തോ ചെയ്യുന്നു? നല്ല ഭക്ഷണം കൊടുക്കുന്നു. അത് കൊടുത്തപ്പോൾ ആ ഗസ്റ്റിന്, അതിഥിക്ക് വളരെ സന്തോഷമായി. നല്ല വൃത്തിയുള്ള പാത്രത്തിൽ ഭക്ഷണം കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യമുണ്ട്. എന്താണത്? നന്നായിട്ട് സോപ്പിട്ട് കഴുകി വെച്ചതുകൊണ്ടാണ് അത് വൃത്തിയായത്. അപ്പോൾ നന്നായി സോപ്പിട്ട് കഴുകി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിഥി നോക്കുമ്പോൾ എന്താണ്? നല്ല വൃത്തിയുള്ള പാത്രമായതിനാൽ അത്. എന്ന പോലെ ഇവിടെ ശാപവും അതുപോലെ തന്നെ നമുക്ക് എതിരെയുള്ള സകലത്തെയും മാറ്റാൻ കാരണം ഞാൻ ക്ലീനായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതിക്രമങ്ങൾ ഒക്കെയും ക്ഷമിച്ചു എന്ന ചട്ടത്താൽ എനിക്ക് വിരോധമായിരുന്ന സകലത്തെയും അവൻ നീക്കി എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പാത്രം ക്ലീനായിട്ട് സൂക്ഷിക്കുവാൻ ഞാൻ റെസ്പോൺസിബിളാണ്. ഇല്ലെങ്കിൽ അതിഥി, ഞാൻ ഒരിക്കൽ സോപ്പിട്ട് കഴുകിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൂടെ പല്ലിയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് പല്ലിയ ഭയങ്കര ദേഷ്യമാണ്. ഒയ്യോ, അങ്ങനെ എങ്ങാനും ആരെങ്കിലും ആയിക്കഴിഞ്ഞാൽ തീർന്നു, പല്ലിയുടെ പോലെയൊക്കെയാണ്. അപ്പോൾ ഡെറ്റോളൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. യേശു തൻ്റെ വലിയ വില കൊടുത്ത് എന്നെയൊക്കെ ക്ലീനാക്കി. അതെൻ്റെ വിശ്വാസത്തോടെയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ്. വിശ്വസിച്ചപ്പോൾ ഞാൻ ക്ലീനായി. ഈ ക്ലീനായത് എന്നെ കണ്ടപ്പോൾ ദൈവം എന്തോ ചെയ്തു? എനിക്ക് വിരോധമായിരുന്ന സകലത്തെയും ഞാൻ ക്ലീനായി എന്ന ആ ചട്ടത്തിനാൽ അവൻ എന്ത് ചെയ്തു? എനിക്ക് വിരോധമായിരുന്നതിനെ സകലത്തെയും അവൻ മാറ്റി. സ്തോത്രം. അങ്ങനെയാണ് ഗലാത്യർ 3:13 പറഞ്ഞ പോലെ. എന്താ പറഞ്ഞത്? ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മെ അവൻ എന്ത് ചെയ്തു? മാറ്റി. അപ്പോൾ നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം. അടുത്ത ഒരു ചോദ്യം, ഞാൻ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന്, ഞാൻ സ്നാനത്തിൽ അവനോട് കൂടെ ചേർന്നു, അവൻ്റെ മരണത്തിൽ, അവൻ്റെ അടക്കത്തിൽ, അവൻ്റെ ഉയിർപ്പിൽ ഞാൻ ചേർന്ന്, ഞാൻ പുതിയ ഒരു വിശ്വാസിയായി. എൻ്റെ മേൽ ശാപം ഉണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ശാപം ഇല്ല. ഞാനും നിങ്ങളും ഈ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നമ്മുടെ മേൽ ഒരു ശാപവുമില്ല. കാരണം പാപം
മായ്ക്കപ്പെട്ടു എന്ന ചട്ടത്തിനാൽ നമുക്ക് വിരോധമായിരുന്ന സകലത്തെയും അവൻ എന്തോ ചെയ്തു? അവൻ ക്രൂശിൽ അവൻ തറച്ചു. അത് ഞാൻ വിശ്വസിച്ചത് മൂലം ഞാൻ ക്ലീൻ ആയപ്പോൾ, എനിക്ക് എൻ്റെ പാപങ്ങൾ മുഴുവനും പോയപ്പോൾ, കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, പാപവും അല്ലെങ്കിൽ അനുസരണക്കേടുമാണ് ശാപം വരുവാനായിട്ട് കാരണം. അപ്പോൾ ആദം ഡിസ്ഒബേ ചെയ്തതിനെ ദൈവം എന്തോ ചെയ്തു? യേശു ക്രിസ്തുവിൽ ക്യാൻസൽ ചെയ്തു. കയീൻ തൻ്റെ സഹോദരനെ കൊന്നതിനെ എന്ത് ചെയ്തു? അത് യേശു ക്രിസ്തു കാൽവരിയിൽ ക്യാൻസൽ ചെയ്തു, അല്ലേ? ഇസ്രായേൽ ജനം അനുസരിക്കാതിരുന്നതിനെ എന്ത് ചെയ്തു? കാൽവരിയിൽ ക്യാൻസൽ ചെയ്തു. ഞാനും നിങ്ങളും പാപത്തോടെ ആയിരുന്നു, എന്നാൽ അതെല്ലാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഇനി ശാപം എൻ്റെ മേൽ ഇല്ല. കാരണം പാപം എൻ്റെ മേൽ ഇല്ല. പാപം ഇല്ലാത്തിടത്ത്, അതാണ് നമ്മുടെ തലക്കെട്ട്, വേർ sin is absent, the curse can't, hallelujah, അല്ലേ? curse can't be present, അല്ലെങ്കിൽ does not have its power. നമുക്ക് വളരെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്ക് പറയുവാൻ കഴിയണം, എന്ത്? പാപം ഇല്ലാത്തിടത്ത്. സ്തോത്രം. ഇനി നമുക്കൊരു വേദവാക്യം വായിക്കാം. പ്രോവർബ്സ് 26-ന്റെ 2-ാമത്തെ വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 26 വേഴ്സ് 2. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. നോക്കണം, ഇവിടെ പ്രോവർബ്സ് 26:2 പറഞ്ഞിരിക്കുന്നത് കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. എന്താണ് ഈ കാരണം? ഈ കാരണമാണ് എന്ത്? ഒന്നുകിൽ അനുസരണക്കേട്, ദൈവത്തെ അനുസരണക്കേട്. മറ്റ് നമ്മൾ ഇനി പേടിക്കേണ്ട കാര്യമില്ല. കാരണം കൂടാതെ ഒന്നും ശാപം വരത്തില്ല. ഒറ്റ കാരണമേ ഉള്ളൂ ശാപം നമ്മുടെ മേൽ വരണമെങ്കിൽ, അത് ദൈവത്തോട് അനുസരണക്കേട്, റെബല്യൻ, പാപം. ഇത് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ചിലപ്പോൾ മനുഷ്യനോടായിരിക്കും പാപം ചെയ്യുന്നുണ്ടാവുക, പക്ഷേ നമ്മൾ ദൈവത്തോടാണ് ചെയ്യുന്നത്. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോലെ അവനെ സ്നേഹിക്കണം. അപ്പോൾ ഞാനത് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വളരെ ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. എന്ത്? ഞാൻ ഇനി ശാപത്തിൻ്റെ കീഴിലല്ല. കാരണം പാപം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന ചട്ടത്താൽ എനിക്കെതിരായിട്ടുള്ള ശാപം മുഴുവനും നീക്കിക്കളഞ്ഞു. ഇപ്പോൾ the doorway to curse is sin. ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും അതിനോട് ഒക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കെഴ്സിലേക്കുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ പല എക്സാമ്പിളുകൾ നോക്കിയല്ലോ. ആ വഴി എന്ന് പറയുന്നത് എന്താണ്? അത് സിന്നാണ്, പാപമാണ്. അപ്പോൾ നമ്മൾ വായിച്ച നമ്മുടെ ആ കുറിവാക്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പാപം നമ്മോട് ക്ഷമിച്ചു എന്ന ചട്ടത്താൽ. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: having blotted out the bond written in ordinance that is against us, which was അതിന് മുന്നത്തെ വാക്യത്തിലാണ് having forgiven us all our trespasses. having forgiven all our trespasses, നമ്മുടെ പാപങ്ങൾ, അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചു എന്ന ചട്ടത്താൽ നമുക്ക് എതിരായിരുന്ന, വിരോധമായിരുന്ന സകലത്തെയും അവൻ ക്രൂശിൽ തറച്ചു വെച്ചു എന്ന് പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, പാപത്തിൽ നമ്മൾ മരിച്ചു, പാപത്തിനോട് നമ്മൾ മരിച്ചു. ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരു നാളും അരുത്. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ പാപ സംബന്ധമായി മരിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പാപസംബന്ധമായി വെന്റിലേറ്ററിലാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പാപസംബന്ധമായിട്ട് ആണെങ്കിൽ ICUവിലാണ്, അല്ലെങ്കിൽ അല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് കുഴിച്ചിടാമെന്ന് പറയുന്നുള്ളൂ, വേറെ ഒന്നും അതിന് നീക്കുപോക്കില്ല എന്ന പോലെയാണ് പാപസംബന്ധമായി. ഇനി അതിനെക്കൊണ്ട് നമ്മെ, പാപവും ഞാനും തമ്മിൽ ഇനി എന്താണ്? ഒന്നിനും കൊള്ളത്തില്ല. മരിച്ചു, പാപത്തിന് ഞാൻ മരിച്ചു, ഇനി അതിനെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല. അതാണ് പദം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അത് അതുപോലെ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അപ്പോൾ നമ്മിൽ ഇനി ശാപമുണ്ടോ? ഇല്ല. പാപസംബന്ധമായി ഞാൻ മരിച്ചു എങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ കേഴ്സ് ഇല്ല. അതോടെ തീർന്നു. ഞാൻ വിശ്വസിച്ച സമയത്ത് അതുവരെയും ഉണ്ടായിരുന്ന എവറിത്തിങ് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് മീ, അതിനു മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ ഒരു ഉദാഹരണം പറയാം. ചിലപ്പോൾ
ബൈബിൾ പറയുന്നുണ്ട് 4 തലമുറ വരെ എന്തുണ്ടാകും? ശാപമുണ്ടാകും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാൽ ഞാനൊരു 2ാമത്തെ തലമുറയാണ് എന്ന് വയ്ക്കുക. ഉദാഹരണത്തിന്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാൻ ഹല്ലേലൂയ ആ അതിക്രമങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ പിന്നെ അത് കണ്ടിന്യൂ ആകത്തില്ല. അതവിടെ ബ്രേക്കായി. കാരണം എനിക്കെതിരെ ഉണ്ടായിരുന്ന സകലത്തെയും എന്തു ചെയ്തു? അവൻ അതിനെ ആ ക്രൂശിൽ തറച്ചു. കാരണം പാപം ക്ഷമിച്ചു എന്ന ചട്ടത്താൽ. ഇനി എൻ്റെ 4 തലമുറ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം, ഒരു കുഴപ്പവും വരത്തില്ല. കാരണം ശാപം അവിടെ തീർന്നു. നമ്മളിത് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം പാപസംബന്ധമായി നമ്മൾ മരിച്ചു, വിശ്വാസികൾ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓക്കെ കുഴപ്പമില്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, ഇതൊന്നും അല്ല എൻ്റെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു, നമ്മുടെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നു. കാരണം നമുക്കെതിരെ ഉണ്ടായിരുന്ന സകലത്തെയും അവൻ എന്തു ചെയ്തു? എതിരെ ഉണ്ടായിരുന്ന നമുക്ക് നല്ലതല്ലാത്തതിനെയൊക്കെ അവൻ മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. നമ്മെ അവനൊരു പുതിയ സൃഷ്ടിയാക്കി, ദൈവ പൈതലാക്കി, ക്രിസ്തുവിൽ പുതിയ ജീവനാക്കി. പിന്നെയും ഈ പഴയ ബർഡനും കൊണ്ട് നമ്മൾ നടക്കേണ്ടുന്ന ആവശ്യം ഇല്ല. സ്തോത്രം. ഇനി നമുക്ക് 1-2 ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന ആരോടാണ്? 38 വർഷക്കാലം അല്ലേ നടക്കാൻ കഴിയാതെ ബെത്സ്ദ ആ കുളത്തിനരികിലിരുന്ന മനുഷ്യനോട് യേശു അവനെ സൗഖ്യമാക്കി. എന്നാൽ അവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. സൗഖ്യമായി, ശരിയാണ്. അവൻ തുള്ളിച്ചാടിയാണ് ഇപ്പോൾ. ഇതുവരെ 38 വർഷമായിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ അവൻ തുള്ളിച്ചാടി നടക്കുകയാണ്. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ഈ 38 വർഷം അവൻ കിടന്നത് ഒരു പക്ഷേ, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ ശാപം ആയിരിക്കാൻ വഴിയുണ്ട്. അവൻ്റെ പേരൻസ് ആണോ അല്ല എങ്ങനെയാണോ നമുക്കറിയത്തില്ല. കാരണം അവിടെ ധ്വനിയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അധികം തിന്മയായത്. ഇപ്പോഴുള്ളതൊരു തിന്മയാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഇനി ഇതിനേക്കാൾ അധികം തിന്മയായത് വരാതിരിക്കാൻ നീ എന്തോ ചെയ്യരുത്? പാപം ചെയ്യരുത്. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൊണ്ട് നടക്കേണ്ടതായിട്ടുണ്ട്. പാത്രം ഒരിക്കൽ ക്ലീൻ ആക്കിയതാ, പക്ഷേ ഇനി അധികം തിന്മയായത് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ടും ദൈവ പൈതലായി എന്നതുകൊണ്ടും മുഴുവൻ നമ്മൾ ഫ്രീ ആയിട്ടില്ല. നമ്മൾ തന്നെ ജീവനുള്ളിടത്തോളം കാലം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ അതിനെ കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊസിഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആ മനുഷ്യനോട് പറയുകയാണ്, തുള്ളിച്ചാടി, നീ തുള്ളിച്ചാടുന്നതെല്ലാം കൊള്ളാം, പക്ഷെ നീ ഇന്ന് എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് ഞാൻ ദൈവ പൈതലായെന്ന് പറഞ്ഞിട്ട്? നമുക്ക് തുള്ളിച്ചാടണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം, നീ മനസ്സിലാക്കണം, എന്നും ഗ്രഹിക്കണം, അധികം തിന്മയായത് വരാതിരിക്കാൻ നീ ഇനിമേൽ പാപം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് ദൈവം. ഞാൻ ചെയ്യേണ്ടത്, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് അല്ലേ? കാരണം അതിനുവേണ്ടിയാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്, അതിനുവേണ്ടിയാണ് അവൻ ഏറ്റവും കഷ്ടം സഹിച്ചത്. അത് ആണ് നമ്മൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും, നമ്മൾ സമയം ചിലവഴിക്കേണ്ടതും, പണം ചിലവഴിക്കേണ്ടതും എല്ലാം ഏറ്റവും അധികം എന്തിനു വേണ്ടിയാ? ഞാൻ പാപത്തോട് നോ പറയും. ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. ഏതാണത്? 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശു നിവർന്നു നിന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഇവിടെ അല്ലെ ആ സ്ത്രീയെ പിടിച്ചു. അവൾ തെറ്റ് ചെയ്തവളാണ്, തെറ്റുകാരിയാണ്. എന്നാൽ അവൾക്ക് ശാപം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ പാപത്തിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്. വാസ്തവത്തിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. കാരണം ലോ
നിയമപ്രകാരം അവൾ തെറ്റുകാരിയാണ്. എന്നാൽ യേശു വന്നപ്പോൾ യേശുവിൻ്റെ അടുത്തേക്കാണ് അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. രണ്ട് കാര്യങ്ങൾ അവൾ സാധിച്ചു. എന്താണ്? ഒന്ന്, അവൾക്ക് ഇതിൻ്റെ കോൺസിക്വൻസസും അനുഭവിക്കേണ്ടി വന്നില്ല. ആരും അവളെ കല്ലെറിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആരും അവളെ വാസ്തവത്തിൽ ലോ അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നതുകൊണ്ട് അവർ അത് വിട്ടു. കാരണം യേശു ഒറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറി. അത് കേട്ടപ്പോൾ പിന്നെ അവർ വേറെ വഴിയില്ല, അവർ തിരിച്ചുപോയി. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലഭിക്കേണ്ടതായ ശിക്ഷ അവൾക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ യേശു അവിടെ ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. എന്താണത്? എന്താ പറഞ്ഞത്? ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് യേശുവിലൂടെ നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് വിടുതലുണ്ട്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഹല്ലേലൂയ. അത് ഇനി പാപം ചെയ്യരുത്. ഇനി പാപം ചെയ്യരുത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇനി നമുക്ക് തോന്നും, നമുക്ക് വരുന്ന മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ്, നമ്മൾ പലരുടെയും ജീവിതത്തിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുമ്പോൾ നമ്മൾ പറയും, ഇത് ഒരു ശാപമാണോ, ഇത് ഒരു ഇതാണോ? ആകാൻ വഴിയുണ്ട്. ഞാൻ പറയാം, അവൻ ദൈവ പൈതലായിട്ട് മാറിയില്ല എങ്കിൽ, അവൻ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ, അവൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അവൻ വിശുദ്ധി പ്രാപിച്ചില്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ശാപമാണോ അല്ലയോ. എന്നാൽ ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു പൈതലിൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ കുറവുകൾ വന്നാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, എന്നിൽ പാപം ഇല്ല. നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ പലതുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണം, എന്നിൽ പാപം ഇല്ല. എന്നിൽ പാപമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് നീക്കുപോക്കുകൾ വരുത്തേണ്ടതാണ്. ഒരു പക്ഷേ അതിൻ്റെ പരിണിത ഫലമായിരിക്കാം, അല്ലെങ്കിൽ ശാപമായിരിക്കാം, ഒക്കെ സംഭവിക്കാം. എന്നാൽ ഞാൻ എൻഷുർ ചെയ്യേണ്ടത് എന്നിൽ പാപം ഇല്ല. അതുകൊണ്ട് വ്യക്തിയെ നമ്മൾ കണ്ടു, ആ വ്യക്തി പ്രയാസമാണ്, ചിലപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ശാപം കൊണ്ടാണ് വന്നതെന്ന്. പക്ഷേ ദർ ആർ പോസിബിലിറ്റീസ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ അവരോട് പറയണം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം, പാപങ്ങൾക്ക് ക്ഷമ കിട്ടണം, നിങ്ങൾ വിടുതൽ പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം. ഇത് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. സ്തോത്രം. ഉദാഹരണത്തിന് നമുക്ക് ഇയ്യോബിൻ്റെ ചരിത്രം നമുക്ക് നല്ലപോലെ അറിയാം. ഇയ്യോബ് വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അതുപോലെയൊന്നും നമ്മൾ ഇതുവരെയും പോയിട്ടില്ല, ദൈവത്തിന് നന്ദി, അല്ലേ? എന്നാൽ അവിടെ ഇയ്യോബിനെ അവൻ്റെ കൂട്ടുകാർ തന്നെ വന്നു പറഞ്ഞു, ഇല്ല, സംതിങ് ഈസ് വെരി റോങ് വിത്ത് യു. കാരണം നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ചിലത് മിസ്റ്റേക്കുകളുണ്ട് എന്ന് ആര് പറഞ്ഞു? നമുക്ക് വായിക്കാം. എലിഫാത്ത് പറഞ്ഞു. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഓർത്ത് നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ? എലിഫാത്ത് അവനോട് പറയുകയാണ്, കൂട്ടുകാരനോട്, നീ ഒന്ന് നോക്കി, നിനക്ക് ഇത്രയും കഷ്ടം വന്നിട്ട് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ ഒന്നും ഇത് സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഓർത്ത് നോക്ക്, നീ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതായത് നിർദോഷിയായി നശിച്ചവൻ ആരെങ്കിലും ഉണ്ടോ? നീ ഇപ്പോൾ നശിച്ചവരുടെ കൂട്ടത്തിലാണ് ഉള്ളത്, എല്ലാം പോയില്ലേ? അപ്പോൾ എന്നാൽ നിർദോഷിയായിട്ട് ഒരു ദോഷവും ചെയ്യാതെ നശിച്ചവൻ ആരെങ്കിലും ഉണ്ടോ? ഇനി നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? നീ ഒന്ന് പറ. എലിഫാത്ത് പറയുകയാണ്, നീ ഒന്ന് കാണിച്ചു തന്നെ, ചരിത്രം നോക്കിക്കേ, എവിടെയാണ് നേരുള്ളവൻ മുടിഞ്ഞു പോയിരിക്കുന്നത്? ഇനി അടുത്തത്, ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. അപ്പൊ നീ എവിടെയോ അന്യായം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്തുണ്ടാവും? കഷ്ടത വിതച്ച് പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത് അവിടെ, അല്ലേ? അത് തന്നെ കൊയ്യുന്നു. ഇനി അടുത്തത്, ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. ദൈവ കോപം അവരുടെ മേലുണ്ട്. ഇനി അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. ഇതാണ് ഒരു സ്നേഹിതൻ, നല്ല സ്നേഹിതൻ വന്ന് അവനോട് പറയാനുള്ളത്. ഇതാണ് നമ്മളോടും ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയുക, സംതിങ് എനിക്ക് മനസ്സിലായി, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി, ദൈവത്തിന് പോലും മനസ്സിലായിട്ടില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. പലരും അങ്ങനെയാണ് പറയുന്നത്.
എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് നടക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എനിക്കറിയാം. ഇയ്യോബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. എന്നെ ഉപദേശിപ്പീൻ, ഞാൻ മിണ്ടാതിരിക്കാം. ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവീൻ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഏതാണ് എൻ്റെ മിസ്റ്റേക്ക് എന്നൊന്ന് കാണിച്ചു തന്നാൽ മതി. ഇയ്യോബ് വാസ് സോ കോൺഫിഡൻറ്റ്. ഇന്ന് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്ക് ഇയ്യോബിനെ പോലെ കോൺഫിഡൻ്റ് ആയിരിക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ഹി വാസ് എ റൈറ്റ്യസ് മാൻ എന്ന. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത് നീതിമാനായ മനുഷ്യനാണ്. അപ്പോൾ അവനറിയാം എത്ര ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ഇതൊരിക്കലും ശാപമല്ല, ഇതൊരിക്കലും പാപത്തിൻ്റെ ഹല്ലേലൂയ മറ്റ് പരിണിത ഫലമല്ല. അവനൊടുക്കെ പറയുന്നുണ്ട് സ്വന്തം പ്രിയതമയോട്. എന്താ പറഞ്ഞ്? ദൈവം തന്നു, ദൈവം എടുത്തു. അത്രയേ ഉള്ളൂ ഇതിൽ, നത്തിങ് എൽസ്. ഇതായിരിക്കണം ഒരു ദൈവ പൈതൽ അറിയുന്നത്. എന്നാൽ ഒരു കാര്യം ഇയ്യോബിന് നല്ല ഷ്യൂറിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? എന്നിൽ പാപത്തിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇതുപോലെ ഞാനും നിങ്ങളും പറയാൻ ധൈര്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എവറിഥിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, ഐ നോ ഇറ്റ് ഈസ് ബിക്കോസ് ഗാഡ്. ഇപ്പോൾ നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, നീ അവനോട് കൂടെ, അവനുണ്ടല്ലോ, അവൻ ആരാന്നറിയോ, അവൻ ഇങ്ങനെ പിടിച്ച് നിന്നിങ്ങനെ വിഴുങ്ങുന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാം. ഒരാളും വിഴുങ്ങത്തില്ല. വിഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാപം ചെയ്താൽ എന്നെ വിഴുങ്ങും, അതിന് ദൈവവും കൂടെ നിൽക്കും. അല്ല എങ്കിൽ നമ്മെ ആരും വിഴുങ്ങത്തില്ല. ധൈര്യത്തോടെ വേണം ഞാനും നിങ്ങളും പോകാനായിട്ട്. ഒറ്റ കാര്യം മാത്രം ഞാനും നിങ്ങളും ചിന്തിക്കണം. എന്താണ്? പാപം എന്നിൽ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട. ചിലപ്പോൾ ചില കർത്താവിൻ്റെ ദാസന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആരും പേടിക്കണ്ട. ദൈവത്തിൻ്റെ വചനം ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയല്ല എങ്കിൽ എന്നോട് പറയാം, വാക്യങ്ങൾ എടുത്ത് തരണം, ഞാൻ അതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് മുതൽ ഹല്ലേലൂയ എന്നിൽ പാപം ഇല്ല എന്ന് ഉറപ്പുള്ളവൻ ധൈര്യത്തോടെ പറയണം, എന്നിൽ കേഴ്സ് ഇല്ല. സ്തോത്രം. എന്നിൽ കേഴ്സ് ഇല്ല. അതുപോലെ മറ്റൊരാൾ സ്തോത്രം അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അവനോട് എന്തെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപദേശിക്കാനുള്ളത് എന്താണ്? നീ പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീക്കുപോക്കുകൾ വരുത്തുക. ഇനി ആർക്കാണ് പാപം അല്ലെങ്കിൽ ശാപമൊക്കെ മുറിക്കാൻ പറ്റുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ശാപം മുറിക്കുന്ന പരിപാടിയൊക്കെ. ആർക്കാ? എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല ഇത്. ഞാനൊരു മീറ്റിംഗ് വെച്ചു, ഇത് ശാപം മുറിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്ന് പറഞ്ഞൊരു മീറ്റിംഗ് വെച്ചിട്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം, അവൻ പാപക്ഷമ പ്രാപിക്കണം. അത് നിങ്ങൾക്ക് പറയാം. എന്തെന്ന്? നീ ഈ ഒരു കാര്യം ചെയ്യ്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നീ പാപം വിട്ട് ജീവിക്കണം, പാപക്ഷമ വേണം, മാനസാന്തരപ്പെടണം, നീ സ്നാനപ്പെടണം, യേശുവിനോടൊപ്പം മരിക്കണം. നിനക്ക് അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതം ശരിയാകും എന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യാം. അതല്ലാതെ ഒരുവൻ വന്നു, ഒരു പ്രയാസത്തോടെ വന്നു, നമുക്ക് അവനെ എന്നൊരു കാര്യം ചെയ്യാം, നിൻ്റെ ശാപം ഞാനിപ്പം മുറിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് മുറിച്ചു കൊടുത്തത് എന്താ നല്ല കത്തി നമ്മുടെ ഇരിക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം നമ്മുടെ പാപങ്ങളെ തുടച്ചു നീക്കാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട നമുക്ക് എതിരെയുള്ള സകലത്തെയും മാറ്റണമെങ്കിൽ ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാനൊരു 10,000 പേരെ കൂട്ടി വിളിച്ച് ഒരു കേഴ്സ് ബ്രേക്കിംഗ് ഹല്ലേലൂയ ഒരു സെഷൻ നടത്തിയാലും അത് സാധ്യമല്ല. എൻ്റെ യേശുവിനല്ലാതെ ആർക്കും ഈ പാപത്തിൽ നിന്നും അതിൻ്റെ പരിണിത ഫലത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. എനിക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം, എനിക്ക് അവനെ രക്ഷയിലേക്ക് നയിക്കാം, പാപം വിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് അവനെ നയിക്കാം. അതെനിക്ക് കഴിയും. അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയും. നാം ഇതേക്കുറിച്ച് വളരെ ബോധ്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഒരിക്കലും അവൻ അത് ചെയ്യുന്നു, എനിക്ക് ഭയങ്കര പേടിയാണ്, ഉറക്കം വരുന്നില്ല, കാരണം അവൻ അത് ചെയ്യും. നീ പാപം ചെയ്തിട്ടില്ലെങ്കിൽ നീ നന്നായി ഉറങ്ങിക്കോ. പാപമുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ദൈവസന്നിധിയിലെ അതിന് നീക്കുപോക്ക് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇയ്യോബ് പറഞ്ഞു, ആർക്ക് എന്നിൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയും? ഹി വാസ് സോ കോൺഫിഡൻറ്റ്. ഹല്ലേലൂയ.
അതുകൊണ്ട് അവൻ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു പ്രസംഗം സ്റ്റേജിൽ നിന്ന് പറഞ്ഞു എന്നല്ല പറയുന്നത്. അവൻ അത്രയും കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, സകലവും നഷ്ടപ്പെട്ട് അല്ലേ, സീറോ ആയിരിക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഇല്ല, എനിക്കൊരു കാര്യം അറിയാം, ഇത് ദൈവം തന്നു, ദൈവം എടുത്തു, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ പാപം ചെയ്തിട്ടില്ല. ഇതുപോലെയുള്ള ഉറപ്പ് എനിക്കും നിങ്ങൾക്കും വേണം. അടുത്ത ഒരു ഉദാഹരണം കൂടെ പറയാം. ആരാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. യോസെഫ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇവിടെ ഈ യോസെഫിന് വളരെ ശക്തമായിട്ട് പറയാൻ കഴിയും. പാപത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴും അതിനോട് ചെറുത്തു നിന്ന ഹല്ലേലൂയ ദൈവഭക്തനാണ് യോസെഫ്. ഇവിടെ ആളുകൾ അവനെതിരെ ദോഷം വിചാരിച്ചു, അല്ലേ, അവനെ ശരിയാക്കണം നമുക്ക് എന്ന് പറഞ്ഞ് ആളുകൾ ദോഷം വിചാരിച്ചു. പക്ഷെ ഞാനതാ പറയുന്നത്, നീ ദൈവസന്നിധിയിൽ നേരുള്ളവനാണെങ്കിൽ, നീ പാപം വിട്ടുള്ള ജീവൻ നയിക്കുകയാണെങ്കിൽ, 1000 പേര് നിനക്കെതിരെ ദോഷം വിചാരിച്ചാലും നിൻ്റെ ദൈവം നിന്നെ തൊടുവാൻ സമ്മതിക്കത്തില്ല. മറിച്ച് അതെല്ലാം ഉപയോഗിച്ച് അവൻ നിന്നെ മാറ്റിയെടുക്കും. ഹല്ലേലൂയ. ദോഷം വരുമെന്ന് അവർ വിചാരിച്ചെടുത്ത ഏറ്റവും നന്മയെ അവൻ നിനക്ക് കൊണ്ടുവന്ന് തരും. യോസെഫ് പറയുന്നത്, പാപം ഇല്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ദോഷം വിചാരിച്ചു എങ്കിലും എൻ്റെ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഹല്ലേലൂയ ഒരു നല്ല ഉറപ്പുള്ളവർ, സത്യം അറിഞ്ഞവരായിട്ട്, ഹല്ലേലൂയ അതനുസരിച്ച് ജീവിതങ്ങളെ ഹല്ലേലൂയ ക്രമപ്പെടുത്തുന്നവരായിട്ട്, അതനുസരിച്ച് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആകുന്നവരായിട്ട് ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിനെ പോലെ, യോസെഫിനെ പോലെ ധൈര്യത്തോടെ പറയാൻ കഴിയും, നിങ്ങൾ ദോഷം വിചാരിച്ചോ, എന്നെ കുഴിയിലിട്ടോ, എന്നെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിലിട്ടോ, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ദോഷമാണ് നിരൂപിക്കുന്നത്, പക്ഷേ എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ പാപം ചെയ്യാത്തിടത്തോളം കാലം, ഹല്ലേലൂയ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയരുത്. യേശു ക്രിസ്തുവിനായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മൾ യോസെഫിനെ പോലെയും ഇയ്യോബിനെ പോലെ ഒന്നും അല്ലായിരുന്നു, പക്ഷേ നമ്മെ അതുപോലെ അവനാക്കി മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. മാറിയവർക്കായിട്ട്, അത് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിശ്വസിക്കുക. അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിലും, അവൻ്റെ ആ യാഗത്തിലും, അവൻ്റെ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിലും, തകർക്കപ്പെട്ട ആ ശരീരത്തിലും വിശ്വസിക്കുക. അതിലൂടെ നമ്മെ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ശുദ്ധിയുള്ള വ്യക്തിയാക്കി മാറ്റുക. ഒന്ന്. രണ്ടാമത് ഹല്ലേലൂയ, ഞാൻ പാപത്തെക്കുറിച്ച് ഒരു പശ്ചാത്താപ മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ ഇനി അത് ചെയ്യത്തില്ല, എനിക്ക് വേണ്ടിയാണ് അവൻ കാൽവരിയിൽ കയറിയത്, ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, വീണ്ടും അവനെ വേദനിപ്പിക്കത്തില്ല, വീണ്ടും ഹല്ലേലൂയ അവനെ ക്രൂശിക്കത്തില്ല എന്ന് ഞാനും നിങ്ങളും ഒരു തീരുമാനം എടുക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും ഫ്രീ ആണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഫ്രീ ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഇനി അല്ല എങ്കിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ഒരാൾ വന്നിട്ട് എനിക്ക് വലിയ അധികാരമുണ്ട്, എനിക്ക് അതിനുള്ള കൃപയുണ്ട്, ശാപം മുറിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കേണ്ട. കാരണം ഹല്ലേലൂയ അവന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ പാപത്തിൻ്റെ അവസ്ഥ മാറുവാനായിട്ട്. അല്ലാതെ ദൈവം ആരെയും ശാപം മുറിക്കാനൊന്നും അധികാരപ്പെടുത്തിയിട്ടില്ല. യേശുവിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്താൽ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച എന്നിൽ നിന്ന് എനിക്കെതിരെയുള്ള സകലത്തെയും ഹല്ലേലൂയ മാറ്റി എന്നെ ശുദ്ധനാക്കി, എന്നെ ഫ്രീ ആക്കി, എന്നെ സ്വതന്ത്രനാക്കി അയക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇനി ഇവിടെ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിലോ, ഞാൻ പറഞ്ഞല്ലോ, ദ ഗേറ്റ് വേ ഫോർ കേഴ്സ് ഈസ് സിൻ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പാപം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. ആ പാത്രം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ കേഴ്സും ശാപവും ഒക്കെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ഇനി ഫ്രീ ആണ്, ഇനി അവന് ഒരു ശാപവും വരത്തില്ല എന്നൊന്നും ആരും പറയണ്ട. വേർ there is sin, it has its consequences. അത് അപ്പോഴുള്ള കോൺസിക്വൻസ് ആകാം, ഇല്ല ഇനിയും നിത്യമായിട്ടുള്ള കോൺസിക്വൻസ് വരെ വരാം. അതുകൊണ്ടാണ് യേശു ആ മുടന്തനായിരുന്ന മനുഷ്യനോട് പറഞ്ഞത്, അധികം ദോഷമായത് വരാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം. ഡോണ്ട് ഡു സിൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന വൃത്തിയാക്കിയതിന് വീണ്ടും നമ്മൾ അതിനെ ശുദ്ധിയില്ലാത്തതാക്കി തീർക്കരുത്. അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. എന്നാൽ ഈ പാപവും അല്ലെങ്കിൽ ഈ ശാപവും ഒന്നും ഇല്ലാത്ത ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് നിർത്താം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അപ്പോൾ അതുവരെയും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ശാപവും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കുഞ്ഞാടായിരിക്കണം ഭരണം. ആമേൻ. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.